ഓം ശാന്തി. മനഃശക്തിയെ യഥാർത്ഥമായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സംബന്ധങ്ങളെ സുഖപ്പെടുത്താനും മനസ്സിന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും നല്ല ആരോഗ്യം നേടിയെടുക്കാനും എല്ലാത്തിനും ആധാരമാണ് നമ്മുടെ മനഃശക്തി എന്ന് പറയുന്നത്. മനഃശക്തി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനസ്സിനുള്ളിൽ നിന്ന് 4 ടൈപ്പ് ഓഫ് തോട്ട്സ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ്, വേസ്റ്റ് ആൻഡ് നെസസറി തോട്ട്സ് എന്ന് പറയും. അതിലും ശക്തിശാലി സങ്കല്പങ്ങളെ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞ 4 ഡിഗ്രികളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറയും പോസിറ്റീവ് തോട്ട്സ്. മീൻസ് നല്ലത് കാണാനും കേൾക്കാനും വായിക്കാനും തുടങ്ങുന്ന സ്ഥിതി. കുറച്ചുകൂടെ ഉയർന്നുകൊണ്ട് ആ തോട്ട്സിനെ എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നല്ലത് ചിന്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ല പ്യൂർ തോട്ട്സ് ഉള്ള ഒരാളാണ്. രണ്ടാമത്തെ, ഞാൻ എന്ന് പറയുന്നത് ആ പ്യൂരിറ്റിയാണ് എന്ന് പറയുന്ന തോട്ട്സിലേക്ക്, മീൻസ് ആ വാല്യൂ അല്ലെങ്കിൽ ആ വെർച്യൂ അത് ഞാനായി മാറിക്കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമ്പോൾ അത് നമ്മൾ പറയും പ്യൂർ തോട്ട്സ് എന്ന് പറയും. ആ തോട്ട്സിനെ നിങ്ങളുടെ അനുഭൂതിയിലേക്ക് മാറ്റാൻ സാധിക്കുമ്പോൾ, മീൻസ് എൻ്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ അത് എന്നെ സ്പർശിക്കാതെ ചേമ്പിലയിലെ വെള്ളം പോലെ ഒഴുകിപ്പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ പ്യൂരിറ്റിയുടെ സ്റ്റേജിലാണ് എന്നർത്ഥം. ആ ഒരു സ്റ്റേജിൽ മനസ്സെത്താൻ തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു ബ്ലിസ്ഡ് ആയിരിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സ്ഥിതി അനുഭവിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ എലിവേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ശ്രേഷ്ഠമായ ചിന്തകൾ എന്ന് പറയും. അതിലും ഉയർന്ന സ്റ്റേജാണ് പവർഫുൾ തോട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് മനഃശക്തി 100% ഉപയോഗിക്കപ്പെടുന്ന സ്റ്റേജ്. ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ 25 മിനിറ്റ് ടൈം ഒരൊറ്റ സങ്കല്പത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യമാകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 25 മിനിറ്റ് സമയം പോട്ടെ, 5 മിനിറ്റ് സമയം ഒരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുവെങ്കിൽ നോർമൽ ലെവലിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സത്യമാവാൻ തുടങ്ങും. 2 മിനിറ്റ് ഒരൊറ്റ സങ്കല്പത്തിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറി വരും. വെറും 2 മിനിറ്റ് സമയം ഒരൊറ്റ സങ്കല്പത്തിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ കൂട്ടാൻ ശ്രമിക്കണം. മനഃശക്തിയെ പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരാളുമായിട്ട് കുറച്ച് മോശമാണെന്ന് വിചാരിക്കുക. ഹസ്ബൻഡ് അകാരണമായി കൊണ്ട് ദേഷ്യപ്പെടുന്നു, പിണങ്ങുന്നു. വൈഫ് കാരണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പോലും നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു റിലേഷന് സുഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, അഥവാ നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിൽ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും പഴയ പോലതായിട്ടുള്ള റിട്ടേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ആ ഒരു ഏണിങ്സ് അവിടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നോർമൽ സിറ്റുവേഷനിൽ നിന്ന് താഴെ പോയതിനെ സുഖപ്പെടുത്തിയെടുക്കാനും അഥവാ ഉള്ളതായിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറച്ചുകൂടെ ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് നമ്മുടെ മനഃശക്തിയെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഹീലിങ്ങിന് വേണ്ടി, കാണാതായി പോയൊരു സാധനത്തെ കണ്ടെത്താൻ വേണ്ടി, മിസ്സായി പോയതിന് കിട്ടാൻ വേണ്ടി ഒക്കെ നമുക്ക് നമ്മുടെ മനഃശക്തിനെ ഉപയോഗിക്കാം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് ഒരാളുടെ ഒരു റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് പുലർച്ചെ സമയമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഏറ്റവും നല്ല സമയം 4 മണിക്ക്. കാരണം സ്വാഭാവികമായിട്ടും 4 മണി സമയത്ത് ഓൾമോസ്റ്റ് ഉള്ള ആളുകൾ ഉറങ്ങുമായിരിക്കും. നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് ശക്തിശാലി സങ്കല്പത്തിൻ്റെ അവസ്ഥയിൽ മെഡിറ്റേഷൻ ചെയ്ത് ആ മെഡിറ്റേഷൻ്റെ പവർഫുൾ ആയിരിക്കുന്ന സ്റ്റേജ് അറ്റ്ലീസ്റ്റ് 2-3 മിനിറ്റ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ഞാൻ അറ്റ്ലീസ്റ്റ് 2-3 മിനിറ്റ്സ് എന്ന് പറയാൻ കാരണം പവർഫുൾ സ്റ്റേജ് മീൻസ് ഈ ബോഡിയെ മറന്നുകൊണ്ട്, ദേഹത്തെ മറന്ന്, ലോകത്തെ മറന്ന് നമ്മുടെ ഈശ്വരനും നമ്മളും തമ്മിലുള്ള സമാഗമത്തിൻ്റെ ഹയർ സ്റ്റേജ്, അഥവാ നിങ്ങൾക്ക് അത്ര പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ആ ഒരു ഗുണത്തിൻ്റെ ഒരു ബ്ലിസ്ഡ് ആയിരിക്കുന്ന ആ ഒരു ഹൈ ലെവലതായിരിക്കുന്ന വൈബ്രേഷനിൽ, എനർജിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്, 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്, കുളിച്ചിട്ടാണ് വന്നിരുന്നത്. പക്ഷെ ഉറക്കം തൂങ്ങിയത് കൊണ്ട് ആ മെഡിറ്റേഷൻ ആവില്ല. ഞാൻ എടുത്തു പറയുകയാണ്, കെയർഫുൾ ആവണം. അതുകൊണ്ടാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മളെപ്പോഴും കണ്ണ് തുറന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത്. ഒന്ന്, ഈ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടും കാണാതിരിക്കാനുള്ള സ്ഥിതി പ്രാക്ടീസ് ചെയ്യാനും പറ്റും. മറ്റൊന്ന്, മെഡിറ്റേഷനിൽ ഉറക്കം നമ്മളെ തന്നെത്താൻ വഴുതി വീണു പോകുന്നൊരവസ്ഥ അതും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് ഒരു വിളക്കോ അല്ലെങ്കിൽ ഒരു മെഴുതിരിയോ അതല്ലെങ്കിൽ ഒരു ലൈറ്റോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സ്ഥൂലമായിരിക്കുന്ന നേത്രങ്ങളോ ഉടക്കി വെക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഈ കണ്ണുകളുടെയും ഈ ശരീരത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമായി പറന്നു പോയിക്കൊണ്ട് ആ പോയിന്റ് ഓഫ് ലൈറ്റായി പ്രകാശമായ, പരമപ്രകാശവുമായ ഈശ്വരനുമായിട്ടുള്ള ലിങ്കിൽ വന്ന് മനസ്സിനെ പൂർണ്ണ ശക്തിശാലിയാക്കി ആ ഒരു വിഷൻ മാത്രം, ആ ഒരു എനർജി മാത്രം അതിലിങ്ങനെ ഡീപ്പായിട്ട് ലയിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് മിനിറ്റ് അങ്ങനെ അനുഭവം ചെയ്ത് കഴിഞ്ഞ ശേഷം
ഏത് ആളുമായിട്ടാണോ നിങ്ങളുടെ റിലേഷൻ ഒരു തകർച്ചയുള്ളത് ആ ആളുടെ അടുത്ത്, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്, ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, വിളിച്ചാൽ മിണ്ടില്ല, എടുക്കില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ എന്താണോ അവർക്കുള്ളതായിരിക്കുന്ന വീക്ക്നെസ്, ആ വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാനാണ് നമ്മുടെ എയിം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓൾറെഡി അവർക്കുള്ളതായിരിക്കുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ നമ്മുടെ റിലേഷന് ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര കെയറിങ് ആണ്. അവർക്ക് ദേഷ്യം കാരണം അവർ ചെയ്യുന്നില്ല, പക്ഷെ അവർ ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട്, ഒത്തിരി കെയറിങ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന നല്ല നല്ല അവരുടെ ഒരുപാട് ക്വാളിറ്റീസിനെ ഓർമ്മിക്കുക. നിങ്ങൾ ഇത്ര നല്ലതാണ്, നിങ്ങൾ ഇത്ര നല്ലതാണ്. അങ്ങനെ 1 മിനിറ്റ് 1.5 മിനിറ്റ് സമയം അവരുടെ ക്വാളിറ്റീസിനെ ഓർത്ത ശേഷം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആ ഒരു മോശം സ്റ്റേജിൽ നല്ലതാക്കി തീർക്കാൻ നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എന്നോട് മിണ്ടുന്നില്ല, തിരിച്ചു പറയണം നിങ്ങൾ എന്തൊരു സ്നേഹിയാണ്, എത്ര സ്വീറ്റായിട്ട്, എത്ര കെയറിങ് ആയിട്ട്, എത്ര സ്നേഹത്തോടെ, കരുതലോടെ, എത്ര മധുരമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. അതുപോലെ എന്നോട് ഭയങ്കര ദേഷ്യത്തിൽ എന്നെ ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എത്ര സ്നേഹത്തോടെ എന്നെ പരിപാലിക്കുന്നത്, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എനിക്ക് ജീവിതത്തിൽ എന്തൊരു സുഖമാണ് തരുന്നത്. ഈ രീതിയിൽ ഏതാണോ നിങ്ങൾ അനുഭവിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വേണ്ടതായിരിക്കുന്ന കാര്യം അഥവാ അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പെരുമാറ്റം, ആ പെരുമാറ്റത്തിനെ പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചുരുങ്ങിയത് 5-10 മിനിറ്റ് സമയം ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അവരങ്ങനെ പെരുമാറുന്നത് കാണുക, എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും കാണുക. ചിലർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് ഡീപ്പായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, ചിലർക്ക് അങ്ങനെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക, വീണ്ടും കാണുക, വീണ്ടും പറയുക, വീണ്ടും കാണുക. പതുക്കെ പതുക്കെ നമ്മുടെ ഫീലിംഗ് പാർട്ടിലേക്ക് അത് മാറും. നിങ്ങൾ അങ്ങനെ ആ ഫീലിംഗ് പാർട്ടിലൂടെ അവർക്ക് കൊടുക്കുന്ന സമയത്ത് പവർഫുൾ ആയിരിക്കുന്ന വൈബ്രേഷൻ അവരുടെ മൈൻഡിനെ പോയിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ എന്താണോ പറയുന്നത്, കാരണം അവർ ഉറങ്ങിക്കിടക്കുകയാണ്, അവരുടെ ബോധ മനസ്സ് ആക്റ്റീവ് അല്ല, അവരുടെ ഉപബോധ മനസ്സ് ആ സമയത്ത് ആക്റ്റീവാണ്. ഉപബോധ മനസ്സ് വൈബ്രേഷൻസിനെ, ഫീലിങ്സിനെ ക്യാച്ച് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ അവർക്ക് ഇത്തരത്തിൽ പവർഫുൾ പോസിറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷൻ കൊടുക്കുമ്പോൾ ആ ഫീലിംഗ് പാർട്ടിനെ ഒരു ഉപബോധ മനസ്സ് ഹീൽ ചെയ്യാൻ തുടങ്ങും. അവരറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് നമ്മളോടതായിട്ടുള്ള ദേഷ്യം, പിണക്കം, അല്ലെങ്കിൽ വെറുപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നിങ്ങളോടുള്ള എല്ലാ ഇമോഷണലായിരിക്കുന്ന നെഗറ്റിവിറ്റിയും പതുക്കെ 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 അതിൻ്റെ അടുത്ത് കുറയാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണി നേരത്തെ ഉണർന്ന്, നിങ്ങൾക്ക് 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ദ ബെസ്റ്റ്, പറ്റിയില്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു 10-15 മിനിറ്റ് സമയം പവർഫുൾ മെഡിറ്റേഷൻ ചെയ്ത ശേഷം ഈ രീതിയിൽ നിങ്ങൾ ഏത് റിലേഷനെ ഹീൽ ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. ഇനി ആ സമയത്ത് തന്നെ നമ്മുടെ നോർമൽ മെഡിറ്റേഷൻ്റെ സ്റ്റേജിൽ ഞാൻ മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി എന്നതായിരിക്കുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുകയും പവർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത് പറയുകയാണ്, എന്തുകൊണ്ട് മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി മീൻസ് ഞാൻ സർവശക്തനായ ഈശ്വരൻ്റെ കുട്ടിയാണ് എന്ന ഫീലാണ് മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി എന്ന് പറയുമ്പോൾ. ആ ഒരു ഫീലോട് കൂടി ഇരുന്നിട്ട് നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ഫ്രീക്വൻസി നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എങ്കിൽ, സപ്പോസ് എന്തെങ്കിലും ഒരു സാധനം കാണാണ്ടായി തിരഞ്ഞു നോക്കി കിട്ടുന്നില്ല എങ്കിൽ ഞാൻ മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി എന്ന് 9 തവണ വിത്ത് ഫീൽ പറഞ്ഞ ശേഷം ആ സാധനം എവിടെയാണുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് ഭഗവാനോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പിന്നെ കിട്ടുന്ന ഫസ്റ്റ് ടച്ചിങ് ഓൾമോസ്റ്റ് 90%, 10% നമ്മുടെ എനർജിയുടെ ലെവൽ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ 90% എൻ്റെ അനുഭവം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അതെവിടെയുള്ളതെന്നുള്ള കാര്യം ആരോ പറഞ്ഞ പോലെ നമുക്ക് അനുഭവമാവും, നമുക്ക് ഫീൽ ചെയ്യും. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ഹഡിൽസ് വേണമെങ്കിലും, ഇപ്പം നമുക്കൊരു കാര്യത്തിൽ വലിയൊരു പ്രോബ്ലം നിൽക്കുകയാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അപ്പോൾ ആ കാര്യത്തിന് ഞാൻ അതേ ഫീൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട്, ഞാൻ അതിന് അഫർമേഷൻ പറയാറില്ല, ഈശ്വരൻ്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ സ്വമാനം എന്നാണ് പറയാറ്. സ്വമാനം മീൻസ് ഞാൻ എന്നെ എങ്ങനെ കാണുന്നു, അതിനെയാണല്ലോ നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം ആ കാര്യത്തിന് അതാണ് എന്നതായിട്ടുള്ള ഫീൽ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഈശ്വരനോട് താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ കാണാത്ത കാര്യം കണ്ടെത്താനും നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഏർലി മോർണിംഗ് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് പവർഫുൾ സ്റ്റേജ് മെഡിറ്റേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ മനഃശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ ആ മനഃശക്തിയുടെ സഹജമായ യൂസിലൂടെ ജീവിതത്തിൽ ഏത് പ്രോബ്ലം നമുക്ക് ഓവർകം ചെയ്യാനും ഏത് ഡ്രീം നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.